ഒരു പാമ്പാണല്ലോ കയറി പോണേ. അമ്മ മെമ്പറെ വിളിക്കാനാണ് പറഞ്ഞത്. മെമ്പറെ ഒന്ന് വിളിച്ചു നോക്കാം. ഹലോ, മെമ്പറല്ലേ? ഞങ്ങളുടെ വീടിന്റെ ഈ ഷെഡിലായിട്ട് ഒരു പാമ്പ് കയറി. ഒന്ന് വേഗം വരാമോ? എന്റെ പഞ്ചായത്തിന്റെ അതിർത്തിയിലെ ഒരു വീട്ടിൽ പാമ്പോ? മോനെ എവിടെ വിളിക്കണേ? രാജുവിന്റെ മോനാണോ? മോൻ പേടിക്കണ്ട കേട്ടോ. ഞാൻ ഈ ഇവിടുത്തെ ഇലക്ഷൻ്റെ സമയമൊക്കെ ആലോ, അപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ ആയിട്ട് ഇറങ്ങിയായിരുന്നു. മോൻ പേടിക്കണ്ട, ഞാൻ ഈ തവണ മത്സരിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ആ പാമ്പ് അവിടെ തന്നെ നിൽക്കാൻ പറയാം. അല്ല, ഞാൻ പാമ്പിനെ പിടിക്കാൻ വേണ്ടി അങ്ങ് വന്നേക്കാം കേട്ടോ. അവിടെ തന്നെ വന്നു. അപ്പോൾ ശരിയാക്കി തരാം പാമ്പിനെ. മോനെ എവിടെ പാമ്പ്? അവിടെ അതെയോ? എവിടെ പാമ്പ്? മോനാണ് കയറി പോയി. ചേട്ടാ വടി വല്ലതും ഉണ്ടോടാ ഇവിടെ? ഇതിന്റെ അകത്തേക്കാണോ പോയെ? വലിയ പാമ്പാണോ? മൂർക്കൻ പാമ്പാണോ? അയ്യോ, വടി കുത്തി വയ്ക്കാലോ. അല്ലെങ്കിൽ വേണ്ട, ഒരു പണിയാ. വെളുത്തുള്ളി ഇരിക്കണ്ടോ? വെളുത്തുള്ളി ഉണ്ടെങ്കിലോ, വെളുത്തുള്ളി ചതച്ചിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് അങ്ങ് തളിച്ചാൽ മതി. വെളുത്തുള്ളി കഴിക്കണ വെളുത്തുള്ളി ചാക്കിന്റെ ഇടയിലേക്കല്ലേ കയറിപ്പോയെ? എന്നാ നമുക്കൊരു പണിയാണ്. നമുക്ക് പിന്നെ പുകച്ച് പുറത്താക്കാം. കുറച്ച് പേപ്പറും എടുത്തു നമുക്ക് കത്തിച്ച് അടിക്കാം. എന്നാ മെമ്പറെ പേപ്പറിലായിട്ട് പൊന്നു മെമ്പറെ, മെമ്പറിന്റെ ഈ പരിപാടി കൊണ്ടൊന്ന് പാമ്പ് പോകുന്നു എനിക്ക് തോന്നല്ല. ഞാൻ വിചാരിച്ചിട്ട് ഒരു ഒറ്റ വഴിയുള്ളൂ. എന്നാ വഴി? മെമ്പറിന്റെ ആ കുണി കാണിച്ചേ. ഞാൻ ഇപ്പൊ ഒരു വിദ്യ കാണിച്ചു തരാം. എന്നെ കൊണ്ട് നടന്നില്ല, ഇനി ഇച്ചിരി ഇല്ലാത്തത് എന്നെ കൊണ്ടാണോ നടക്കണേ? എന്നാ കൂട്, എന്നാ കാണിക്കാനാ? നീ എന്നാലും എല്ലാ വിദ്യയാണ് ഒപ്പിച്ചേ. ആ പാമ്പറഞ്ഞ് വിട്ടുപോയല്ലോ. മെമ്പറിന്റെ വികസന പത്രിക ഞാനിങ്ങനെ കയറ്റി വെച്ചേ. അത് കണ്ടായില്ലേ? പാമ്പല്ല, ഒരു ഈച്ച പോലും ഈ പഞ്ചായത്തിലേക്കില്ല.